ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടൻ മോരുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഈ റെസിപ്പി എല്ലാവർക്കും തന്നെ അറിയാമെങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യണേ. ഇതിൽ ഞാൻ പപ്പായ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ തീർത്തും കേരള സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം ഇടത്തരം പപ്പായയുടെ പകുതി വൃത്തിയാക്കി ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. എന്നിട്ടൊരു 4 പച്ചമുളക് നെടുകെ പിളർന്നതും 1 ടീസ്പൂൺ ഉപ്പും 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും പപ്പായയുടെ ഒപ്പം നിൽക്കുന്നത്രയും വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഇനി അരയ്ക്കാനായിട്ട് ഒരു തേങ്ങയുടെ പകുതി ചിരകിയതും 3 പിഞ്ച് ചെറിയ ജീരകവും 3 പച്ചമുളകും 5 അല്ലി വെളുത്തുള്ളിയും 2 കതിർപ്പ് വേപ്പിലയും 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 150 ml തൈരും ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിൽ നന്നായി അരച്ചെടുക്കുക. ഇതിൽ തൈരും ഉപ്പും ചേർത്ത് അരയ്ക്കുന്നത് നന്നായി അരഞ്ഞു കിട്ടാനാണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ വെള്ളം ചേർത്തിട്ടല്ല ഇതൊക്കെ അരയ്ക്കണേ. ഇതാ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി വേവിച്ച് വെച്ചിരിക്കുന്ന പപ്പായയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകിയെടുത്ത് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇതെല്ലാം കൂടി മീഡിയം ഫ്ലെയിമിൽ കുറച്ച് സമയം ഇളക്കി കൊടുക്കാം. കൈ എടുക്കാതെ ഇളക്കണം കേട്ടോ. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇത് തിളയ്ക്കാതിരിക്കാനാണ്. നന്നായി ചൂടായാൽ മാത്രം മതി കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്യണേ. മൺചട്ടി ആയതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്താൽ അല്പസമയം കൂടി ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് താളിച്ചിടണം. അതിനായി 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചൂടായി വന്നപ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടി വരട്ടെ. ഉലുവ പൊട്ടിക്കഴിഞ്ഞ് 1/2 ടീസ്പൂൺ കടുക് കൂടി ചേർക്കണം. ഇതും പൊട്ടട്ടെ. എന്നിട്ടൊരു 4 ഉണക്കമുളക് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 6 ചെറിയ ഉള്ളി അരിഞ്ഞതാണ്. ഇതെല്ലാം കൂടി ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഈ സമയം ലോ ഫ്ലെയിമിൽ ഇടാനൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് 2 തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. പാൻ അയണിൻ്റെ ആയതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പോൾ വഴറ്റണേ. ഇനിയാണ് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണേ. 1/2 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ മലയാളികളുടെ ട്രഡീഷണൽ ഐറ്റമായ മോര് കറിയിലൊക്കെ അവസാനം ഇതുപോലെ അല്പം മുളക് പൊടി കൂടി മൊരി ചേർത്തുള്ള മണവും ഗുണവും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷെ മുളക് പൊടി കരിയാതെ നോക്കണം. ഇത് നമുക്കിനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരുടെയും ഇഷ്ടവിഭവമായ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം മതി കഴിക്കുന്ന ചോറിൻ്റെ അളവ് കൂട്ടാൻ. അതുകൊണ്ട് ഫുഡ് കൺട്രോൾ ചെയ്യുന്നവർ ഈ കറി വയ്ക്കുന്ന സമയം ഡയറ്റൊക്കെ ഒന്ന് മറന്നേക്കണേ. എങ്ങനെയുണ്ട് നമ്മുടെ റെസിപ്പി? ഇഷ്ടമായാൽ തീർച്ചയായും ട്രൈ ചെയ്തിട്ട് കമൻസൊക്കെ ഒന്ന് അറിയിച്ചേക്കണം. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. അതുവരെ ടാറ്റാ.